ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു പൊട്ടറ്റോ സ്മൈലി ചെയ്ത് നോക്കാം. ഇത് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാം, ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 3 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ഇത് ഉപ്പും പൊട്ടറ്റോയും കോൺഫ്ലോറും കുരുമുളക് പൊടിയും കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ കുറച്ച് ഫ്ലേവേഴ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ഇടുവാണ്. ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പാപ്രിക്ക പൗഡറും 1 ടീസ്പൂണോളം ഇറ്റാലിയൻ സീസണിങ്ങും 3 ടീസ്പൂണോളം പാർമെസാൻ ചീസും കൂടി ഇടുവാണ്. ഇനി ഇതിൻ്റെ ബൈൻഡിങ്ങിനായിട്ട് 3 ടീസ്പൂണോളം കോൺഫ്ലോർ ഇടുന്നുണ്ട്. ഇത് ബൈൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ പിന്നെയും ചേർക്കാവുന്നതാണ്. ഇനി ഞാനൊരു 3 ടീസ്പൂണോളം പച്ച ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പൊട്ടറ്റോ ഒക്കെ ബോയിൽ ചെയ്ത് വരുമ്പോൾ അതിന് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ പൗഡർ ഇടുന്നുണ്ട്. ഓപ്ഷനിലാണ്, ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും അന്നേരം. ഇനി എരിവിനാവശ്യമായിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ പൊട്ടറ്റോയുടെ ആ നനവിൽ ഇത് നന്നായിട്ട് കുഴഞ്ഞു വരും. ഞാൻ ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇനി നിങ്ങൾക്ക് സ്മൈലിക്ക് ആവശ്യമായിട്ടുള്ള റൗണ്ടിൻ്റെ ഏതെങ്കിലും ഷേപ്പ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കുക്കി കട്ടർ എടുത്ത് ഇതിന് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്ട്രോയും സ്പൂണും വേണം അതിൻ്റെ കണ്ണും വായും ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ ഇതിന് റൗണ്ട് ഷേപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ട്രോ വെച്ച് ആദ്യം നമുക്ക് അതിൻ്റെ കണ്ണൊന്ന് ശരിയാക്കിയെടുക്കണം. എന്നിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ അതിൻ്റെ മൗത്തിന് ഒരു ഷേപ്പ് കൊടുത്തെടുക്കാം. അങ്ങനെ ഈ സ്മൈലി എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സ്മൈലീസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിനി ഇതിൽ കുക്ക് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി പൊട്ടറ്റോ ഒക്കെ കുക്ക്ഡ് ആണ്. ജസ്റ്റ് അതിൻ്റെ ആ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഈ സ്മൈലി എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈസിയാണ് റെഡിയാക്കാനായിട്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഞാനിവിടെ കുറച്ച് അഡീഷണൽ ഫ്ലേവേഴ്സ് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊന്നുമില്ലാതെ ബേസിക് ആയിട്ടുള്ള 3-4 ഇൻഗ്രീഡിയൻസ് മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ബ്രെഡ് ക്രംസ് ഈ പൊട്ടറ്റോയുടെ നനവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നനവില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.